ഹലോ നമസ്കാരം. എല്ലാവർക്കും സൂര്യാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ല അടിപൊളി പച്ച ചക്ക തോരൻ ഉണ്ടല്ലോ, ഇടിച്ചക്ക തോരൻ, അതാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പോൾ അത് നമുക്കിന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ അതിക്ക് മുന്നേ എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇതാ നമുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അതിന് ഞാൻ പച്ച ചക്കയാട്ടോ എടുത്തിരിക്കുന്നത്. ചക്കയുടെ പുറമേ ഉള്ള മടലെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ബാക്കി അകത്തുള്ള എല്ലാം നമ്മൾ എടുക്കും കേട്ടോ. പക്ഷേ ഞാൻ ചക്കക്കുരു എടുത്തിട്ടില്ല, കാരണം അത് ഇത്തിരി എന്താ പറയുക, നമ്മൾ അധികം മൂക്കാത്ത ചക്കക്കുരു ആണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം കേട്ടോ. അത് പക്ഷേ കുറച്ച് മൂത്തതായതുകൊണ്ട് ഞാനത് വേറെ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി യോജിക്കാം. എന്നിട്ട് ഞങ്ങൾ ചെയ്യണത് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, ഇപ്പം ഞാൻ ഈ ചക്ക ഇട്ട് പുരട്ടണത് ഒരു സ്റ്റീമർ പോലത്തെ പാത്രമാണ്, ഊട്ടയുള്ള പാത്രം. അപ്പോൾ അതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കും. ഇല്ല എങ്കിൽ ഇടിയപ്പ പാത്രം ഇല്ലേ, ഇഡ്ഡലി പാത്രം, അതിൽ വെച്ചിട്ട് ആവിയേറ്റിയെടുക്കും. അതല്ല ചിലവർ വെള്ളത്തിൽ ഡയറക്റ്റ് ഇട്ടിട്ട് വേവിച്ചെടുക്കും. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുക്കണേ. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കത് ആവിയിൽ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 10-20 ഉള്ളി എടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചക്ക ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയതാട്ടോ, വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതവിടെ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും, ചിലവർ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ അത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ എടുക്കണ്ട. ചക്ക വെന്ത ചക്ക ഉണ്ടല്ലോ, നമ്മൾ ഒരു ഇടിക്കല്ലിൽ വെച്ചിട്ട് ഇടിച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരുപാട് അങ്ങ് അരച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ പ്രസ് ചെയ്യുക, 1-2 പ്രാവശ്യം പ്രസ് ചെയ്യുക, അത്രമാത്രം, അത് മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നാളികേരം എടുക്കണം, തേങ്ങ ഒതുക്കി എടുക്കണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട്. ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്രയാണോ ചക്ക എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ ഇടാം, കാരണം ചിലവർ മഞ്ഞ കളറിൽ തന്നെ വിൽക്കാറുണ്ട്. ഞാൻ കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിൽക്കുന്ന വേർഷനാട്ടോ ഞാനീ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, അത്. അപ്പോൾ ഇഞ്ചിയും കുറച്ചുള്ളി, നമ്മൾ എടുത്ത് വെച്ച മുഴുവൻ ഉള്ളിയും ഇതിനകത്തോട്ട് ഇടണ്ട, കുറച്ചുള്ളി ഈ തേങ്ങയിലോട്ട് ഇടാം. പിന്നെ വേപ്പില ഇടുന്നുണ്ട്, അതുപോലെ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇടാം, ഇഞ്ചിയും വെളുത്തുള്ളിയും മുഴുവനായിട്ട് ഇടാം, പച്ചമുളക് മുഴുവനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഈ തേങ്ങയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കുക കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള കറികൾ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണ എടുത്തൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട്, പിന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അതായത് ഒരു 5-6 ഉള്ളി നമ്മൾ താളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ, ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സിമ്മിലാണ് കേട്ടോ ഞാൻ തീ വെച്ചിരിക്കുന്നത്, സിമ്മിൽ നമ്മൾ ഫ്ലെയിം വെച്ചാൽ മതി. എന്നിട്ട് 1 മിനിറ്റ് തേങ്ങ വഴറ്റിയതിന് ശേഷം ചക്ക കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉടച്ച് വെച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ആ തേങ്ങ ഈ ചക്കയുടെ എല്ലാ ഭാഗത്തോട്ടും ചെല്ലണം. അങ്ങനെ ഒരു 2 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഒരു 3 മിനിറ്റോളമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നല്ല അടിപൊളി ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.